ഇൻഡെസിഷൻ അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്ത അവസ്ഥ നമ്മുടെ മാനസിക സമ്മർദ്ദം കൂട്ടിക്കൊണ്ടേയിരിക്കുകയാണെന്ന കാര്യം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ ബ്രെയിനിന് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് ഇൻഡെസിഷൻ, ഓവർ തിങ്കിങ്, ഇൻകൺസിസ്റ്റൻസി, അൺസർട്ടനിറ്റി എന്നിവയൊക്കെ. അതായത് നാം നേരിടുന്ന കാര്യങ്ങളിൽ വ്യക്തമായ തീരുമാനമെടുക്കാതെ വലിച്ചു നീട്ടിക്കൊണ്ടുപോകുന്നത്, ഒരേ കാര്യത്തെപ്പറ്റി തന്നെ ദിവസങ്ങളോളം വീണ്ടും വീണ്ടും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്, എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെപ്പറ്റി അനിശ്ചിതത്വം തുടരുന്നത്, നമ്മുടെ നിലപാടുകൾക്ക് സ്ഥിരതയില്ലാത്തത് എന്നതൊക്കെ. ഈ പറഞ്ഞവയിൽ ഇൻഡെസിഷനും ഓവർ തിങ്കിങ്ങും നിലപാടുകളിലെ സ്ഥിരതയില്ലായ്മയൊക്കെ നമ്മളായിട്ട് വഷളാക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ അനിശ്ചിതത്വം പലപ്പോഴും നമ്മുടെ നിയന്ത്രണത്തിന് പുറത്തായിരിക്കും. ഉദാഹരണത്തിന്, നിങ്ങൾ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും റിസൾട്ട്, നിങ്ങൾക്ക് ആ ജോലി അല്ലെങ്കിൽ അഡ്മിഷൻ കിട്ടുമോ എന്നതൊക്കെ അനിശ്ചിതത്വവും അത് കാരണം ആങ്സൈറ്റിയും കൂട്ടുന്ന കാര്യങ്ങളാണ്. അത് സ്വാഭാവികമാണ്. എന്നാലും ഈ അവസ്ഥകളെയെല്ലാം നമ്മുടെ ബ്രെയിൻ സമാധാനപരമായ മാനസികാവസ്ഥയ്ക്ക് ഭീഷണിയായിട്ടാണ് കണക്കാക്കുന്നത്. അത് കാരണം നമ്മുടെ ബ്രെയിനിൻ്റെ ഫിയർ സെൻറ്റർ എന്ന് വിളിക്കാവുന്ന അമിഗ്ഡാല കൂടുതൽ ആക്റ്റീവ് ആകും. അപ്പോൾ ബ്രെയിൻ സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോൾ പുറപ്പെടുവിക്കും. സാധാരണഗതിയിൽ ഇത്തരം അവസ്ഥകൾ പരിഹരിക്കപ്പെടുമ്പോൾ കോർട്ടിസോൾ ലെവൽ താഴ്ന്ന് നോർമലാകും. എന്നാൽ സ്ഥിരമായി ഇത് തന്നെയാണ് നമ്മുടെ അവസ്ഥ എങ്കിൽ നമ്മുടെ സ്ട്രെസ് ലെവൽ കൂടി തന്നെ ഇരിക്കും. അത് ക്രമേണ നമ്മുടെ ഉറക്കം കെടുത്തും, ഉന്മേഷം കുറയ്ക്കും, നമ്മുടെ കഴിവുകളിൽ നമുക്ക് തന്നെ സംശയവും ഉണ്ടാക്കും. അത് നിലവിലുള്ള നമ്മുടെ പ്രയാസങ്ങളെ കൂടുതൽ വഷളാക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഇൻഡെസിഷനും ഓവർ തിങ്കിങ്ങും ഇൻകൺസിസ്റ്റൻസിയും അൺസർട്ടനിറ്റിയും ഒക്കെ നമ്മുടെ മനസ്സമാധാനത്തെ സാരമായി ബാധിക്കുന്നതും പലപ്പോഴും ക്രോണിക് ആയിട്ടുള്ള സ്ട്രെസ്സിലേക്ക് ലീഡ് ചെയ്യുന്നതും. എല്ലാ തീരുമാനങ്ങളും പെർഫെക്റ്റ് ആയിരിക്കണമെന്ന ചിന്ത, ഞാനെടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റിപ്പോകുമോ എന്ന ഭയം, ഒരു കാര്യത്തെപ്പറ്റി പല പല വഴികളും വീണ്ടും വീണ്ടും ആലോചിച്ചു കൊണ്ടേയിരിക്കുന്നത് എന്നൊക്കെയാണ് ഒരു വ്യക്തിയെ ഈ ഒരവസ്ഥയിൽ തളച്ചിടുന്നത്. ഇൻഫർമേഷൻ ഓവർലോഡിൽ കുടുങ്ങാതെ നിങ്ങൾക്ക് ആവശ്യമുള്ള വിവരങ്ങൾ മാത്രം പരിഗണിച്ച് വേഗത്തിൽ തീരുമാനത്തിലെത്തുക എന്നതാണ് പെർഫെക്ഷന് വേണ്ടി കാത്തിരുന്ന് ടെൻഷൻ അടിക്കുന്നതിനേക്കാളും എത്രയോ നല്ലത്. വിജയികളാണെന്ന് നാം കണക്കാക്കുന്ന പലരുടെയും പല തീരുമാനങ്ങളും തെറ്റിപ്പോകാറുണ്ടെന്ന കാര്യവും നാം മറക്കരുത്. ദൈനംദിന കാര്യങ്ങളിൽ വേഗത്തിൽ തീരുമാനങ്ങൾ എടുത്ത് ശീലിച്ചാൽ കൂടുതൽ ഗൗരവമുള്ള കാര്യങ്ങളിലും നമുക്ക് വേഗത്തിൽ തീരുമാനമെടുക്കാനുള്ള കോൺഫിഡൻസ് കിട്ടും. അനിശ്ചിതത്വം മൂലമുണ്ടാകുന്ന ആങ്സൈറ്റി മാനേജ് ചെയ്യാനുള്ള നല്ല വഴി എന്നത് നമ്മുടെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളിൽ മാക്സിമം പ്രിപ്പറേഷൻ നടത്തുക എന്നതും നമ്മുടെ കൺട്രോളിന് പുറത്തുള്ള കാര്യങ്ങളെപ്പറ്റി അമിതമായി ഉത്കണ്ഠപ്പെടുന്ന ഹാബിറ്റ് നിയന്ത്രിച്ചു കൊണ്ടുവരിക എന്നുള്ളതുമാണ്. കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി ഈ തരം കാര്യങ്ങളിൽ വളരെ എഫക്റ്റീവാണ്. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Thank you for watching.